ഇപ്പം നാം ഇന്ന് അറബ് ഭാഷ എഴുത്ത് പഠിക്കുക. അറബ് ഭാഷ എങ്ങനെ എഴുതണം, ഇത് ഉസ്താദന്മാർക്കും പ്രയോജനപ്പെടുന്ന. കാരണം ഏതാണ്ട് 80 അല്ലെങ്കിൽ 90% മദ്രസകളിലും കുട്ടികൾ പകർത്തെഴുതിക്കൊണ്ട് ചെന്നാൽ, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി എഴുതിക്കൊണ്ട് ചെന്നാൽ ഉസ്താദന്മാർ ഒരു ശരിയിടും അല്ലെങ്കിൽ ഒരു തെറ്റിടും. ഈ ഒരു സംവിധാനം ഇന്ന് നിലവിലുള്ളു. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എല്ലാവരെയും ആക്ഷേപിക്കുകയല്ല. ഈ ഒരു സംവിധാനം അങ്ങോട്ട് മാറ്റണം. ഇതെങ്ങനെ എഴുതണമെന്നുള്ള ഒരു പരിശീലനം ഈ അധ്യാപകർക്കില്ലാത്തത് കൊണ്ടാണ് അത് പറ്റുന്നത്. അത് ഒരു കുട്ടി എന്തെങ്കിലും ഇപ്പം ഒന്നാമതായിട്ട് നാം ശീലിക്കേണ്ടത് കുട്ടികളെ കൊണ്ട് വരയുള്ള ബുക്കിൽ തന്നെ എഴുതിപ്പിക്കണം. വരയില്ലാത്ത ബുക്കുകളിൽ ശീലിപ്പിക്കരുത്. 2 വരയുള്ള ബുക്കിനകത്തിൽ നാം കുട്ടികളെ എഴുതി ശീലിപ്പിക്കണം. അത് വരയിൽ മുട്ടിച്ചെഴുതുന്നുണ്ടോ എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷൊക്കെ എഴുതുമ്പം 4 ലൈൻ ബുക്ക്, 2 ലൈൻ ബുക്ക്, മലയാളവും അറബൊക്കെ നമുക്ക് അറബിന് 2 വര മതി, 3 വര വേണ്ട. ഈ 2 വരയിൽ കേന്ദ്രീകരിച്ച് നാം എഴുതി ശീലിപ്പിക്കണം. ശീലിപ്പിക്കുമ്പം നല്ല അച്ചടിക്കുന്ന രൂപത്തിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിങ് ക്ലിയറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ എഴുതിയാൽ നല്ല അച്ചടിച്ച പോലെ ഇരിക്കും, അത്ര ക്ലിയറായിരിക്കും. ഇപ്പം ഇത് മുകളിലത്തെ വര, ഇത് താഴത്തെ വര. ഈ വര കേന്ദ്രീകരിച്ചാണ് എഴുത്ത് ശീലിപ്പിക്കേണ്ടത്. മുകളിലത്തെ വര, താഴത്തെ വര. അലിഫ് എഴുതേണ്ടത് മുകളിലത്തെ വരയിൽ നിന്ന് വലത്തോട്ട് താഴത്തെ വരയിലോട്ട് ഇറക്കുക. വലത്തോട്ട് അല്പം ചരിവുണ്ട്. ഇത് ഒന്നേന്ന് എഴുതുന്നതിനാണ് നമ്മൾ അലിഫെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഉച്ചാരണം എല്ലാം പറഞ്ഞു തന്നാൽ. വലത്തോട്ട് ഇങ്ങനെ ചരിച്ചിറക്കുക. ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അലിഫ് ഇങ്ങനെ വലത്തോട്ട് ചരിച്ചിറക്കുമെന്ന്. ബാ എന്ന അക്ഷരം നാം എഴുതേണ്ടത് താഴത്തെ വരയുടെ മുകളിൽ നിന്നും തുടങ്ങണം. കൈ മലർത്തി പിടിക്കണം. കൈ മലർത്തി പിടിച്ചുകൊണ്ട് താഴത്തെ വരയുടെ മുകളിൽ നിന്നും തുടങ്ങണം. ഉണ്ടോ? താഴത്തെ വരയിലോട്ട് ഇറക്കണം. കൈ മലർത്തിയാണ് പിടിക്കേണ്ടത്. ഈ വരയെ കൂടി ഇങ്ങനെ വന്നിട്ട് അവസാനം കൈ കമന്ന് വരണം. മലർന്നിരിക്കുന്ന കൈ എഴുതി വരുമ്പം ലാസ്റ്റ് കമന്ന് വരണം. വലത്തോട്ടിറക്കി വരയെ കൂടെ വന്ന് ഇങ്ങനെ എഴുതണം. വരയെ കൂടെ താഴോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ എഴുതുക. ഉണ്ടോ? എഴുതേണ്ടത് കൈ മലർത്തി പിടിച്ച് താഴോട്ടിറക്കി ഈ താഴത്തെ വരയെ കൂടെ ഇങ്ങനെ വരണം. താഴത്തെ വരയിലോട്ട് ഇങ്ങനെ ചരിച്ചിറക്കി കൈ മലർത്തി പിടിച്ച് ഇങ്ങനെ ഇറക്കിയിട്ട് കൈ ഇങ്ങനെ വരണം. ഇങ്ങനെ കൈ മലർത്തി പിടിച്ചുകൊണ്ട് വലത്തോട്ട് താഴത്തെ വരയിലോട്ട് ഇറക്കിയിട്ട് ഈ വരയെ കൂടെ വന്ന് കൈ ഇങ്ങനെ, അവസാനം കൈ കമന്ന് വരണം. തുടക്കത്തിൽ മലർത്തി എഴുതുന്ന കൈ കൊണ്ട് കമത്തി എഴുതി ശീലിക്കണം. അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ എഴുതുക. വലത്തോട്ടിറക്കി ഈ വരയെ കൂടി ഇങ്ങനെ വരിക. അലിഫ് വലത്തോട്ട്, മുകളിലത്തെ വരയും താഴോട്ട് വലത്തോട്ട് അല്പം ചരിവ്. എഴുതേണ്ട കൈ മലർത്തി പിടിച്ച് താഴത്തെ വരയിലോട്ട് ചരിച്ചിറക്കണം. കൈ മലർത്തി പിടിച്ച് താഴത്തെ വരയിലോട്ട് ചരിച്ചിറക്കിയിട്ട് ഇങ്ങനെ എഴുതണം. ഇങ്ങനെ ചരിച്ചിറക്കി താഴത്തെ വരയെ കൂടി ഇങ്ങനെ എഴുതാം. ചരിച്ചിറക്കിയിട്ട് കൈ മലർത്തി പിടിച്ചുകൊണ്ട് ചരിച്ചിറക്കി താഴത്തെ വരയെ കൂടെ ലാസ്റ്റ് വരുമ്പോൾ കൈ കമന്ന് വരണം. ബാഉം താഉം സാഉം ഒരുപോലെയാണ് നാം എഴുതേണ്ടത്. ബാഉം താഉം സാഉം ഒരുപോലെയാണ് അറബിൽ എഴുതേണ്ടത്. ഒന്നുകൂടെ പറയാം. താഉം ബാഉം ഒക്കെ കൈ മലർത്തി പിടിച്ചുകൊണ്ട് താഴത്തെ വരയുടെ മുകളിൽ നിന്നും വലത്തോട്ടിറക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. കണ്ടോ? കൈ മലർത്തി പിടിച്ച് താഴോട്ടിറക്കി ഈ താഴത്തെ വരയെ കൂടെ വന്ന്
ഇങ്ങനെ വരിക. സാവും അങ്ങനെ തന്നെയാണ്. വലത്തോട്ട് ഇങ്ങനെ വലത്തോട്ട് ഇറക്കി കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് ഇറക്കി താഴത്തെ വരെ കൂടി ഇങ്ങനെ വരിക. ബ ത സാ ഇത് മൂന്നും ഒരുപോലെയാണ് എഴുതേണ്ടത്. ഒന്നുകൂടെ പറയാം. ബ ത സാ ഇത് മൂന്നും എഴുതുന്നത് കൈ മലർത്തി പിടിച്ച് താഴത്തെ വരയുടെ മുകളിൽ നിന്നും തുടങ്ങണം. താഴത്തെ വരയുടെ മുകളിൽ നിന്നും തുടങ്ങി താഴത്തെ വരയിലോട്ട് ഇറക്കി കൈ മലർത്തി പിടിച്ച്, എന്നിട്ട് ഈ വരയിൽ കൂടി ഇങ്ങനെ വന്ന് അവസാനം കൈ കമന്ന് വരണം. മലർത്തി പേന കൊണ്ട് മലർത്തി പിടിച്ച കൈ അവസാന എഴുത്തിൽ അവസാനം ലാസ്റ്റ് വരുമ്പോൾ അത് ഇങ്ങനെ വരണം. ഇങ്ങനെ വലത്തോട്ട് വന്ന് ഇങ്ങനെ, വലത്തോട്ട് വന്ന് ഇങ്ങനെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ. കണ്ടോ? ബാവും താവും സാവും ഇത് മൂന്നും ഒരുപോലെ നമ്മൾ എഴുതും. ഇനി ജീമ് താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി വലത്തോട്ട് പോകണം. നേരെ താഴോട്ട് ഇങ്ങനെ വളച്ചുരുട്ടി എഴുതണം. താഴത്തെ വരയിൽ നിന്ന് അല്പം മുകളിലോട്ട് തുടങ്ങി ആ താഴത്തെ വരയിൽ കൂടെ അങ്ങോട്ട് പോയി നേരെ താഴോട്ട് വന്ന് വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വളച്ച് എഴുതണം. ഈ രീതിയിൽ ഓരോ അക്ഷരവും 100 പ്രാവശ്യം അല്ലെ 200 പ്രാവശ്യം ആവർത്തിച്ചെഴുതി ശീലിക്കണം. ഒരു പ്രാവശ്യവും 2 പ്രാവശ്യം അല്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പം അതൊന്ന് ആവർത്തിക്കണം. എല്ലാ മതസ്ഥരും പഠിക്കുന്നതാണ്. എല്ലാ അധ്യാപകരും, അറിയാൻ വയ്യാത്ത അധ്യാപകരും കൊച്ചു കുട്ടികളും എല്ലാവരും ഓരോ അക്ഷരങ്ങളും 100 പ്രാവശ്യം 200 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. എഴുത്തിൽ റൈറ്റ് റിപ്പീറ്റ്. ഇപ്പം ബാ ഇങ്ങനെ അങ്ങോട്ട് പോവുക, താ ഇങ്ങനെ വരിക, സാ ജീമ് ഇങ്ങനെ വന്ന് അങ്ങ് വലത്തോട്ട് പോയി താഴത്തെ വരയിൽ കൂടി ഇങ്ങനെ വരിക. 100 പ്രാവശ്യം 100 പ്രാവശ്യം എഴുതണം. ജീമ് താഴത്തെ വരയ്ക്ക് താഴെ പോകണം. ഇത് ഫസ്റ്റ് ലൈൻ, ഇത് സെക്കൻഡ് ലൈൻ. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈനിൽ കൂടെ തുടങ്ങേണ്ടത്. സെക്കൻഡ് ലൈൻ ഉണ്ടോ? ജീമും ഹാവും ഹാവും ഒരുപോലെയാണ് എഴുതേണ്ടത്. പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. താഴെ ഒരു പുള്ളി വരുന്നത് ജീമ്, പുള്ളി ഇല്ലെങ്കിൽ ഹാ, പുള്ളി മുകളിലുള്ളത് ഹാ. മൂന്നും ഒരുപോലെയാണ് എഴുതുന്നത്. അടുത്തത് ദാല്. ദാല് താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം. താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം. ഇതെല്ലാം ഒരു 100 പ്രാവശ്യം നിങ്ങൾ എഴുതി പഠിക്കുക. ഇത് ദാല് അല്ല, താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ദാല് 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 ദാല്. ഇനി റാ എഴുതേണ്ടത് കൈ ബാ പോലെ, ബാ എഴുതുന്നത് പോലെ കൈ മലർത്തി പിടിക്കണം. കൈ മലർത്തി പിടിക്കണം. റാ എഴുതേണ്ടത് കൈ മലർത്തി പിടിച്ച് താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വലത്തോട്ട് ചരിച്ചിറക്കുക. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇടുക. വലത്തോട്ട് ഇറക്കുക. ആദ്യം ഇങ്ങനെ വരിക, ഇങ്ങോട്ടെഴുതി ഇങ്ങോട്ടെഴുതി ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുക. റാ അങ്ങനെ വരിക. ഉണ്ടോ? കൈ അവസാനം കമന്ന് വരിക. ഈ റാന് 3 ഘട്ടമാണ്. ഇപ്പോൾ ഇത് വലത്തോട്ടൊരു ചരിവുണ്ട്, ഇവിടുന്ന് ചരിച്ച് ഇങ്ങോട്ടൊരു ചരിവുണ്ട്, ഇവിടുന്ന് അല്പം മുകളിലോട്ട് കൊണ്ട് നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ലാമെന്ന് വായിച്ച് കളയും. തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. ഈ റാഹിനെ തന്നെ കുറച്ച് മുകളിലോട്ട് എഴുതുമ്പോൾ ലാമാണെന്ന് തോന്നും, ലാമെന്നുള്ള അക്ഷരമാണെന്ന് മാറിപ്പോവും. അതുകൊണ്ട് അത് വരരുത്. കുറച്ച് വാലിങ്ങനെ അതിൻ്റെ തുമ്പിങ്ങനെ അല്പം മുകളിലോട്ട് നോക്കി നിൽക്കുക. വലത്തോട്ട് ചരിച്ച് കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ എഴുതുക. കൈ മലർത്തി പിടിച്ച് ഇങ്ങനെ എഴുതി ഇങ്ങനെ വരിക. കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വെട്ടുണ്ട്. അത് 3, അത് നമ്മൾ ആ എഴുത്തിനകത്തിൽ പ്രത്യേകം ശീലം കിട്ടും. ഇങ്ങനെ വരിക. ഇങ്ങനെ വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതി കണ്ടോ? കൈ കമന്ന് വരണം. റായും സായും ഒരുപോലെയാണ് എഴുതുന്നത്. വലത്തോട്ട് വന്ന് കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് വന്ന് സായ.
ഇനി സീൻ എന്നുള്ള അക്ഷരം എഴുതേണ്ടത്, ഇത് സീനാണ്, ഇത് സീൻ എന്നുള്ള അക്ഷരമാണ്. സീൻ എന്നുള്ള അക്ഷരം എഴുതേണ്ടത് 7 എന്നുള്ള അക്കം, അറബിലെ 7 എന്നുള്ള അക്കമാണ് ആദ്യം എഴുതേണ്ടത്. ഒന്നുകൂടെ പറയാം. സീൻ എന്നുള്ള അക്ഷരം എഴുതേണ്ടത് അറബിലെ 7 എന്നുള്ള അക്കമാണ് ആദ്യം എഴുതേണ്ടത്. 7 എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാക്കി തരാം. അറബിലെ 1, 2, ഫസ്റ്റ് 1, 2, 3, 4, 5, 6, 7. ഇതാണ് 7 എന്ന് പറഞ്ഞ അക്കം. 7 എന്നുള്ള അക്കം എഴുതി അറബിലെ 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങോട്ട് വരണം കണ്ടോ, ഇങ്ങനെ 7 എഴുതി ഇങ്ങോട്ട് വരണം. 7 എഴുതി മുട്ടിക്കരുത്, ഇങ്ങനെ അല്പം ചരിഞ്ഞ് 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങോട്ട് വരണം എന്ന് പറയാൻ നേരെ പോകരുത്, ഇങ്ങനെ ചരിഞ്ഞ് വരണം. 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വന്ന് നേരെ താഴോട്ട് വരണം. സീൻ എഴുതുകയാണ്, സീനിൻ്റെ പരിശീലനമാണ് നടക്കുന്നത്. സീൻ എഴുതേണ്ട 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വരണം. 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങോട്ട് ചരിയണം. ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങോട്ട് വന്നിട്ട് നേരെ മുകളിലോട്ട് പോയി വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വന്നു. കണ്ടോ, 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വന്ന് വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വരണം. ഇതാണ് സീനിൻ്റെ രീതി, സീൻ എഴുതേണ്ട രീതിയാണ്. സീന് എഴുതേണ്ടത് ഒന്നുകൂടെ പറയാം. 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ 7 നേരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അങ്ങനല്ല. ഇങ്ങനെ വന്ന് അങ്ങോട്ട് ചരിയണം. 7 എന്നുള്ള അക്കം എഴുതിയിട്ട് അങ്ങോട്ട് ചരിയണം. നേരെ ഇങ്ങനെ ചരിഞ്ഞ് താഴത്തെ വരയിലോട്ട് വന്നിട്ട് നേരെ മുകളിലോട്ട് പോകണം. വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വരണം. 7 എന്നുള്ള അക്കം എഴുതി അങ്ങോട്ട് പോയി താഴോട്ട് ഇറക്കി നേരെ മുകളിലോട്ട് പോയി വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വരണം. വരയ്ക്ക് അടിയിൽ കൂടെ പോകേണ്ട ഒരക്ഷരമാണ് സീന്. വരയ്ക്ക് അടിയിൽ കൂടെ വളച്ചുരുട്ടി എഴുതേണ്ട അക്ഷരമാണ് സീന്. 7 എഴുതി ഇങ്ങനെ വന്ന് വരയ്ക്ക് അടിയിൽ കൂടെ വരണം. സീനും ഷീനും ഒരുപോലെയാണ് എഴുതേണ്ടത്. പുള്ളിയുടെ വ്യത്യാസമുള്ളൂ. ഇത് സീനെന്ന് വായിക്കും, ഇത് ഷീനെന്ന് വായിക്കും. കണ്ടോ, 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങോട്ട് വരണം. 7 എഴുതി ഇങ്ങോട്ട് വരണം. നേരെ ഇങ്ങനെ വന്നിട്ട് നേരെ മുകളിലോട്ട് പോയി വരയ്ക്ക് അടിയിൽ കൂടെ വരണം. ഇത് ഷീന്. സീനും ഷീനും ഒരുപോലെ എഴുതും. ഷീന് കണ്ടോ, ഇങ്ങനെ എഴുതുക. ആദ്യം 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വന്ന് ഇങ്ങനെ നേരെ മുകളിലോട്ട് പോയി വരയ്ക്ക് അടിയിൽ കൂടെ വന്നു. അടുത്തത് സ്വാദ്. സ്വാദ് എന്നുള്ള അക്ഷരമാണ്. സ്വാദ് താഴത്തെ വരയെ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകണം. താഴത്തെ വരയെ കൂടി അങ്ങോട്ട് പോകണം. ചരിച്ച് താഴോട്ട് ഇറക്കണം. താഴത്തെ വരയിൽ അങ്ങോട്ട് പോയി താഴോട്ട് ഇറക്കണം. താഴത്തെ വരയിലോട്ട് അങ്ങ് ഇറക്കണം. താഴത്തെ വരയെ കൂടി ഇങ്ങനെ വന്ന് തുടങ്ങിയതിൻ്റെ മുകളിൽ വന്ന് വരയ്ക്ക് അടിയിൽ കൂടെ വരിക. ഇങ്ങനെ പോയി നേരെ താഴോട്ട് വന്ന് കണ്ടോ, തുടങ്ങിയതിൻ്റെ മുകളിലോട്ട് പോയി വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വരിക. ഇത് സ്വാദ്. ഇങ്ങനെ വന്ന് ഓരോന്നും 100 പ്രാവശ്യം എഴുതി ശീലിക്കണം. ഇങ്ങനെ വന്ന് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വരണം. ഇത് ലാദ്. സ്വാദും ലാദും ഒരുപോലെ തന്നെയാണ് എഴുതുന്നത്. സ്വാദും ലാദും ഒരുപോലെ തന്നെയാണ് എഴുതുന്നത്. പുള്ളിയുടെ വ്യത്യാസമുണ്ട്. ഇത് സ്വാദ്, ഇത് ലാദ്. സ്വാദ് ലാദ്, ലാ ലാ. സ്വാദ് ലാദ്. ഇത് ത്വാ. ത്വാ എഴുതേണ്ടത് ആദ്യം ഒരു അലിഫ് എഴുതണം. അലിഫ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക. ത്വാ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക. അലിഫ് എഴുതി ഇങ്ങനെ എഴുതുക. അലിഫ് എഴുതി ഈ താഴത്തെ വരയിലോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ നേരെ പിടിക്കുക. ഇത് ലാ. ത്വാ ലാ. അലിഫ് എഴുതി ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുക. പുള്ളി കൊടുക്കുമ്പോൾ ലാ എന്ന് വായിക്കും. ത്വാ ലാ. ഇത് ഐൻ. എല്ലാം വര കേന്ദ്രീകരിച്ചാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഇത് ഐൻ. ഐൻ. ഐൻ എഴുതേണ്ടത് താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണം.
ഉണ്ടോ? താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് വരയ്ക്ക് അടിയിൽ കൂടെ ഒരു അരചന്ദ്രൻ എഴുതണം. അരചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചന്ദ്രപ്രഭി, മനസ്സിലായി? മൂൺ, ഫുൾ മൂണുണ്ട്, ഹാഫ് മൂണുണ്ട്. ഇത് ഒരു ഹാഫ് മൂൺ, ഒരു അരചന്ദ്രൻ നമ്മൾ എഴുതുക. കണ്ടോ? അയിൻ എഴുതേണ്ട ഇങ്ങനെയാണ്. അയിൻ, 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 അയിൻ. അയിനും ഗൈനും ഒരുപോലെയാണ് എഴുതുന്നത്. അയിനും ഗൈനും ഒരുപോലെയാണ് എഴുതുന്നത്. പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ, എഴുത്തൊരുപോലെയാണ്. വേണ്ട, താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് വരയ്ക്ക് അടിയിൽ കൂടെ ഒരു അരചന്ദ്രൻ എഴുതുക. വേണ്ട, ഇങ്ങനെ വന്ന് വരയ്ക്ക് അടിയിൽ കൂടെ ഒരു അരചന്ദ്രൻ എഴുതുക. ഒരു ഹാഫ് മൂൺ, ഹാഫ് മൂൺ, മൂൺ സ്റ്റാർ. ഇവിടെ സ്റ്റാർ കൊടുത്താൽ മൂണും സ്റ്റാറും. ഇങ്ങനെയാണ് അതിന് പുള്ളി കൊടുക്കുമ്പോൾ ഓയിനെന്ന് വായിക്കുന്നത്. ഇത് ഫാ. ഇപ്പം ഫാ എന്നുള്ള അക്ഷരം, ഫാ എന്ന അക്ഷരം ബാ പോലെ നീട്ടി എഴുതുന്ന അക്ഷരമാണ്. കണ്ടോ? താഴത്തെ വരെ കൂടെ ഇങ്ങനെ നീട്ടി വരും. പക്ഷേ ഇത് ചില അധ്യാപകർ പോലും ഈ അക്ഷരം തെറ്റിദ്ധരിച്ച് വെച്ചപ്പോൾ ഉണ്ട്. ഫാവും അധ്യാപകരും ചില ആളുകളും മനസ്സിലാക്കി വച്ചേക്കുന്നത് ഫാവും കാഫും ഒരുപോലെയാണ്, പുള്ളിയുടെ വ്യത്യാസമുള്ളെന്നാണ് മനസ്സിലാക്കി വച്ചേക്കുന്നത്. എന്നാൽ ഫാ ബാ പോലെ നീട്ടി എഴുതുന്ന അക്ഷരമാണ് ഫാ. ഒരു പുള്ളി മോളിൽ കൊടുക്കുമ്പോൾ ഫാ, ഫാ. ക്വാഫ് അങ്ങനല്ല. ക്വാഫ് ഇങ്ങനെ വന്ന് വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വരും. ഇതാണ് ക്വാഫ്. ക്വാഫ് ഇങ്ങനെ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണം, ഇങ്ങനെ നിൽക്കണം. ഫാ, ക്വാഫ്, ക്വാഫ് ഇങ്ങനെ ഉണ്ടോ? ഫാ, ക്വാഫ്. ഇപ്പം ഫാ ഇതാണ് ശരിയായ രീതി. വരയിൽ കൂടെ, താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതി. ക്വാഫ് താഴത്തെ വരയ്ക്ക് രണ്ട് പുള്ളി മുകളിൽ കൊടുത്ത് ഇങ്ങനെ എഴുതുവാണെന്നത് തെറ്റാണ്. കുട്ടികൾ എഴുതിക്കൊണ്ട് വന്നാൽ തെറ്റാന്ന് പറയണം, തെറ്റാന്ന് വെട്ടി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്യണം. താഴത്തെ വരയ്ക്ക് താഴെ പോകണം ഈ എഴുത്തിൽ. അന്നേരം ഫാ, ക്വാഫ്. ഇത് കാഫാണ്. ഇത് ലാം. ആദ്യം ഒരു ലാമാണ് എഴുതേണ്ടത്. രണ്ട് വരയിലും തട്ടിച്ചൊരു ലാം എഴുതണം. കാഫ് എഴുതേണ്ടത് രണ്ട് വരയിലും തട്ടിച്ചൊരു ലാം എഴുതണം, ഒരു ലാം എഴുതണം. എന്നിട്ട് ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് ഇങ്ങനെ എഴുതണം, സെക്കൻഡ് ഇങ്ങനെ എഴുതണം. ഫസ്റ്റ് ഇങ്ങനെ എഴുതണം, സെക്കൻഡ് ഇങ്ങനെ എഴുതണം. ഫസ്റ്റ് ഇങ്ങനെ എഴുതണം, സെക്കൻഡ് ഇങ്ങനെ എഴുതണം. ഫസ്റ്റ് ഇങ്ങനെ, സെക്കൻഡ് ഇങ്ങനെ. ഇപ്പം ലാം എഴുതുമ്പം ഞാൻ ലാം എഴുതണമെന്ന് പറഞ്ഞു, പക്ഷേ ഞാനിവിടെ താഴോട്ട് നീക്കി എഴുതിയേക്കുന്നത്. അതായത് ലാമ് ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകും. ഒന്നുകൂടെ പറയാം, ലാമെന്നുള്ള അക്ഷരം ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകും. അല്ല, ഇങ്ങനെ എഴുതും. ലാം ഇങ്ങനെ എഴുതേണ്ടത്. പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും താഴത്തെ വരയ്ക്കൂടെ തന്നെ എഴുതും. ലാം പദത്തിൻ്റെ തുടക്കത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വരയും മുട്ടിച്ചെഴുതും. ലാം പദത്തിൻ്റെ തുടക്കത്തിൽ വരുവാണെങ്കിൽ താഴത്തെ വരയിൽ കൂടെ തന്നെ രണ്ട് വരയിലും മുട്ടിച്ചെഴുതാം. അല്ലെങ്കിൽ പദത്തിൻ്റെ മധ്യഭാഗത്തിൽ വരികയാണെങ്കിലും ലാമിനെ രണ്ട് വരയിലും മുട്ടിച്ചെഴുതാം. ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോവും. ഉണ്ടോ? ഞാനത് കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി എഴുതാനിത്. ലാം ഇങ്ങനെ എഴുതണം. ലാം, ലാം. ഇത് മീം, മീം ഇങ്ങനെ എഴുതണം. ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് പോയി ഇങ്ങനെ ഒരു റാന്ന് വരച്ചിങ്ങനെ ഉണ്ടോ? റാ. ഇത് ഇങ്ങനെ ഒരു മീം. ഇതാണ് മീം. ലാം താഴത്തെ വരയിൽ കൂടെ എഴുതുവാണെങ്കിൽ തെറ്റാണ്. ഉണ്ടോ? ഒറ്റ അക്ഷരമായിട്ട് എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നെങ്കിൽ തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പം പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകും.
അടുത്തത് നൂനാണ്. ഇങ്ങനെ എഴുതണം. നൂൻ എഴുതേണ്ടത് പേന ഇങ്ങനെ കൈ ഇങ്ങനെ മലർത്തി പിടിച്ച്, പേനായിട്ട് ഇങ്ങനെ മലർത്തി പിടിച്ച് താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ചരിച്ചിറക്കണം. നമ്മൾ നൂൻ എഴുതാൻ പോവുകയാണ്. താഴത്തെ വരയിൽ ഇങ്ങനെ വളച്ചങ്ങോട്ട് എഴുതി ഇങ്ങനെ എഴുതണം. കൈ മലർത്തി പിടിച്ച് താഴോട്ട് ഇങ്ങനെ പോയി കൈ ഇങ്ങനെ തിരിഞ്ഞ് വരണം. ഉണ്ടോ? ബാ പോലെ കൈ മലർത്തി പിടിച്ച് ഇങ്ങനെ വലത്തോട്ട് ഇറക്കണം. വലത്തോട്ടിറക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിയണം. വലത്തോട്ട് ചരിച്ച് വന്ന് ഇങ്ങനെ എഴുതണം. ഇതാണ് നൂൻ. കൈ കവന്ന് വണ്ണാണ് നൂൻ. അവസാനം കൈ കവന്ന് വന്ന്, അല്ല നേരെ തന്നെ നിൽക്കത്തില്ല. വലത്തോട്ട് ചരിച്ചിറക്കി താഴത്തെ വരയിൽ നിന്ന് മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ ശീലിക്കുക. കണ്ടോ? കൈ ഇങ്ങനെ തിരിയണം. കൈ ഇങ്ങനെ തിരിയുക. പുള്ളി കൊടുക്കുമ്പോൾ നൂനായി. അടുത്തത് വാവ്. കണ്ടോ? ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നുകൊണ്ട് ഒരു റാ എഴുതണം. ഇത്രയും എഴുതിയിട്ട് വലത്തോട്ട് ചരിച്ച്, കണ്ട കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് ചരിച്ചിട്ട് ഇങ്ങനെ വന്ന് കൈ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതിയിട്ട് കൈ മലർത്തി പിടിച്ചിട്ട് വലത്തോട്ട് ചരിയണം. വലത്തോട്ട് ചരിച്ച് കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ വരണം. ഈ റായിനും വാവിനും 3 ഘട്ടങ്ങളുണ്ട്. അതായത് ഇങ്ങനെ വലത്തോട്ട് ചെറിയൊരു ചരിവ്, ഇവിടുന്ന് ചരിച്ച് ഇങ്ങനെ ഇറക്കുന്ന അതൊരെണ്ണം, മുകളിലോട്ടുള്ള വേറൊരെണ്ണം. ഒത്തിരി മുകളിലോട്ട് പോകരുത്, അന്നേരം അക്ഷരം മാറിപ്പോവും. എഴുത്തിനകത്തിൽ എഴുത്ത് മാറിപ്പോവും. അക്ഷരം മാറുമ്പോൾ വ്യത്യാസങ്ങൾ വരും. ഇപ്പം വാവ് എഴുതേണ്ടത് ഈ വരയിൽ കൂടെ, താഴത്തെ വരയിൽ കൂടി ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്നിട്ട് വലത്തോട്ട് ചരിച്ച്, റാവ് പോലെ വലത്തോട്ട് ചരിച്ച് കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ വന്ന് വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ എഴുതുക. ഇത് ഹോ കണ്ടോ? ഇങ്ങനെ എഴുതുക. താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക. ഇത് യാ എന്നുള്ള അക്ഷരമാണ്. യാ 2 പുള്ളി കൊടുക്കുമ്പോൾ യാ ആയി. ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്തി തരാം. അപ്പം അലിഫ് എഴുതേണ്ടത് മുകളിലത്തെ വരയിൽ നിന്ന് താഴേക്ക്, വലത്തേക്ക് അല്പം ചരിച്ച്, അലിഫിന് വലത്തോട്ടൊരു ചരിവുണ്ട്. ഉണ്ടോ? അലിഫ്. ബാ എഴുതേണ്ടത് ഇത് മുകളിലത്തെ വര, ഇത് താഴത്തെ വര, മുകളിലത്തെ വര, താഴത്തെ വര. താഴത്തെ വരയുടെ മുകളിൽ നിന്നും കൈ മലർത്തി പിടിച്ച് ബാ എഴുതുകയാണ്, ബാ ശീലിപ്പിക്കുകയാണ്. താഴത്തെ വരയുടെ മുകളിൽ നിന്നും കൈ മലർത്തി പിടിച്ച് വലത്തോട്ടിറക്കണം. താഴത്തെ വരയിലോട്ട് ഇറക്കണം. കൈ മലർത്തി പിടിച്ച് പേന കൊണ്ട് ഇങ്ങനെ വലത്തോട്ട് താഴത്തെ വരയിലോട്ട് ഇറക്കുക. ഈ വരയെ കൂടി ഇങ്ങനെ വന്നിട്ട് കൈ ഇങ്ങനെ തിരിയണം. കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് ഇറക്കുക. കൈ ഇങ്ങനെ തിരിയണം. അവസാനം വരുമ്പോൾ കൈ കമന്ന് വരണം. എഴുത്തിൽ കമന്ന് വരണം. വലത്തോട്ടിറക്കി ഈ വരയെ കൂടെ വന്ന് കണ്ടോ? കൈ എൻ്റെ തിരിഞ്ഞാണ്ടോ? വലത്തോട്ടിറക്കി ഇങ്ങനെ വന്ന് കണ്ടോ? വലത്തോട്ട് ചരിച്ചിറക്കി കൈ മലർത്തിയാണ് പിടിക്കേണ്ടത്. കൈ മലർത്തി പിടിച്ച് വലത്തോട്ടിറക്കി ഈ വരയെ കൂടെ വന്ന് ഇങ്ങനെ വരണം. വലത്തോട്ടിറക്കി ഇങ്ങനെ, വലത്തോട്ടിറക്കി ഇങ്ങനെ, വലത്തോട്ട് ചരിച്ചിറക്കി താഴത്തെ വരയെ കൂടെ വന്നിട്ട് കൈ ഇങ്ങനെ തിരിഞ്ഞ് അവസാനം കമന്ന് വരണം. ഇങ്ങനെ വന്ന് കമന്ന് വരണം. ഉണ്ടോ? കൈ ഇങ്ങനെ തിരിഞ്ഞ് വരണം. അത് ഓരോന്നും 100 പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കണം. 100 പ്രാവശ്യം ആവർത്തിച്ചെഴുതണം. ഓരോ അക്ഷരം, എല്ലാം കൂടെ എഴുതരുത്. ഒരക്ഷരം മാത്രം. ഇപ്പോൾ ഉദാഹരണം പറയാം, അലിഫ് എഴുതുന്നു. ഇങ്ങനെ ഒരു പേജ് അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ അടുപ്പിച്ച് അലിഫ് മാത്രം അങ്ങോട്ട് ആ പറഞ്ഞ പോലെ ശീലിക്കുക. അടുത്തത് അലിഫ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ബാ എടുക്കുക. ബാ എടുക്കേണ്ടത്
ഇങ്ങനെ കൈ ഇങ്ങനെ മലർത്തി പിടിച്ച് വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ ഈ താഴത്തെ വരയിൽ കൂടി ഇങ്ങനെ 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 ശീലിക്കുക. ഉണ്ടോ? ബാവും താവും സാവും ഒരുപോലെയാണ് എഴുതുന്നത്. താഴത്തെ വരയുടെ മുകളിൽ നിന്നും തുടങ്ങണം. കൈ മലർത്തി പിടിച്ചിട്ട് വലത്തോട്ട് താഴത്തെ വരയിലോട്ട് ഇറക്കുക. താഴത്തെ വരയിലോട്ട് കൈ മലർത്തി പിടിച്ച് താഴത്തെ വരയിലോട്ട് ഇറക്കിയിട്ട് ഈ വരയിൽ കൂടെ വന്ന് കൈ ഇങ്ങനെ വരണം. അവസാനം കൈ കമന്ന് വരണം. ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഉണ്ടോ? ബാവും താവും സാവും ഒരുപോലെയാണ്. അടുത്തത് ജീമാണ്. ജീമ് താഴത്തെ വരയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി അങ്ങോട്ട് പോകണം, വലത്തോട്ട് പോകണം. വലത്തോട്ട് പോകുന്ന വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ ഉരുട്ടി എഴുതണം. താഴത്തെ വരയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ ഉരുട്ടി എഴുതണം. ഇങ്ങനെ പോയി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് നേരെ പുറമോട്ട് വന്ന് ഇങ്ങനെ വളർത്തി ഉരുട്ടി എഴുതണം. ജീമും ഹാവും ഹാവും ഒരുപോലെയാണ്. താഴെ പുള്ളിയുള്ള ജീമ്, പുള്ളി ഇല്ലാത്തത് ഹാ, പുള്ളിയുള്ളത് ഹാ. ജീമ് ഹാ ഹാ, ജീമ് ഹാ ഹാ. ഒന്നുകൂടെ, അലിഫാണ്. അലിഫിന് വലത്തോട്ട് ചരിവുണ്ട്. അലിഫിന് വലത്തോട്ട് ചരിവുണ്ട്. ബാ എഴുതേണ്ടത് കൈ മലർത്തി പിടിക്കണം. ബാ എഴുതുകയാണ്. കൈ മലർത്തി പിടിച്ച് താഴത്തെ വരയിലോട്ട് വലത്തോട്ട് ചരിച്ചിറക്കണം. താഴത്തെ വരയിലോട്ട് ചരിച്ചിറക്കണം. കൈ മലർത്തി പിടിച്ച് പേന കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ അവസാനം കൈ തിരിഞ്ഞ് വരണം, കമന്ന് വരണം. എഴുത്തിൽ വലത്തോട്ട് ഇറക്കി ഇങ്ങനെ വരണം. വലത്തോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് കൈ ഇങ്ങനെ കമന്ന് വരണം. ആദ്യം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ വരണം. ജീമും താവും ബാവും താവും ധാവും ഇത് മൂന്നും ഒരുപോലെയാണ് നമ്മൾ എഴുതുന്നത്. ജീമും ഹാവും ഹാവും അതും ഒരുപോലെയാണ് എഴുതുന്നത്. ആ പുള്ളിയുടെ വ്യത്യാസമാണ് ജീമ് ഹാ ഹാ, ജീമ് ഹാ ഹാ. ജീം എഴുതേണ്ട ഇങ്ങനെ അങ്ങോട്ട് വന്ന് താഴത്തെ വരയിലോട്ട് അങ്ങോട്ട് പോയി വരയ്ക്കടിയിൽ കൂടി ഇങ്ങനെ ഉരുട്ടി എഴുതുക. ഹാ ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങനെ എഴുതുക. ഹാ ഇങ്ങനെ എഴുതുക. പുള്ളി കൊടുക്കുമ്പോൾ ഹാ. അടുത്തത് ദാലാണ്. ഇത് ദാല്. താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക. ദാല് 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 ദാല്. ഓരോന്ന് 200 പ്രാവശ്യം എഴുതണം. ദാല്. ഇത് റാല് റാല്. ഇനി അടുത്തത് റായിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നേരത്തെ ഒന്ന് പറഞ്ഞതാ, നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറയാറ്. റായിന് എഴുതേണ്ടത് താഴത്തെ വരയുടെ മുകളിൽ നിന്നും തുടങ്ങണം. താഴത്തെ വരയുടെ മുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. താഴത്തെ വരയുടെ മുകളിൽ നിന്നാണ് റാ എഴുതാൻ തുടങ്ങേണ്ടത്. കൈ പേന ഇങ്ങനെ പിടിച്ച് കൈ മലർത്തി പിടിക്കണം. കൈ മലർത്തി പിടിച്ച് താഴത്തെ വരയുടെ മുകളിൽ ഇങ്ങനെ വലത്തോട്ട് ചരിച്ചിറക്കണം. വലത്തോട്ട് ചരിച്ചിറക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതണം. കണ്ടോ? കൈ ഇങ്ങനെ തിരിഞ്ഞ് വരണം. ഒരുപാട് മുകളിലോട്ട് വന്നാൽ ലാമെന്ന് വായിക്കും. റായിനെ ഒരുപാട് മുകളിലോട്ട് വന്നാൽ ചിലപ്പോൾ ഒരു ഏകദേശം ലാമെന്ന് തോന്നിപ്പോവും. എഴുത്തിനകത്ത് കൂടുതൽ വരാൻ പാടില്ല. വലത്തോട്ട് ചരിച്ച് ഇങ്ങനെ ചരിഞ്ഞ് വന്ന് ഇങ്ങനെ ഉണ്ടോ? വലത്തോട്ട് കൈ മലർത്തി പിടിച്ച് ഇങ്ങനെ ചരിഞ്ഞ് വന്ന് ഉണ്ടോ? കൈ അവസാനം വന്നപ്പോൾ കൈ ഇങ്ങനെ ചരിഞ്ഞ് കമന്ന് വരുക. റാ സായ് റാ സായ് റാ സായ് സായ് ഉണ്ടോ? അടുത്തത് സീനാണ്. സീൻ എഴുതേണ്ടത് 7 എന്നുള്ള അക്കമാണ് ആദ്യം എഴുതേണ്ടത്. അറബ് ഭാഷയിലെ അക്കമായ 7 എന്നുള്ള അക്കമാണ് ആദ്യം എഴുതേണ്ടത്. 7 എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 1 2 3 4 5 6 7 7 എഴുതിയിട്ട് സീൻ എഴുതുമ്പം 7 എന്നുള്ള അക്കം എഴുതണം. 7 എന്നുള്ള അക്കം എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങോട്ട് വരണം. 7 എന്നുള്ള അക്കം 7 നമ്പർ എഴുതണം. 7 നമ്പർ എഴുതിയിട്ട് ഇങ്ങനെ വരണം. 7 നമ്പർ എഴുതി 7ാമത്തെ അക്കം എഴുതി ഇങ്ങനെ ചരിഞ്ഞ് അങ്ങോട്ട് വരണം. ഇങ്ങനെ വന്ന് നേരെ വരണം. 7 ഇങ്ങനെ എഴുതി ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇങ്ങനെ വരണം. 7 എഴുതി 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വന്ന്
വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ വരിക. 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വന്ന് വരയ്ക്ക് അടിയിൽ കൂടി എഴുതുക. ഇങ്ങനെയാണ് സീൻ എഴുതേണ്ടത്. സീൻ 7 എന്നുള്ള അക്കം എഴുതി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോവാം. 7 എന്നുള്ള അക്കം എഴുതി ഇതുണ്ട്, അല്പം ചരിവുണ്ട്, അങ്ങോട്ട് വലത്തോട്ട് ചരിവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 7 പോലെ നേരെ നീക്കത്തില്ല, അത് അല്പം അങ്ങോട്ട് ചരിയണം. ആദ്യം 7 എഴുതി അങ്ങോട്ട് ചരിയണം. 7 എഴുതി അങ്ങോട്ട് ചരിഞ്ഞ് നേരെ വന്ന് ഇങ്ങനെ നേരെ പോയി വരയ്ക്ക് അടി കൂടെ വരണം. ഇത് ഷീന് ഉണ്ടോ? ഷീന് 7 എന്നുള്ള അക്കം എഴുതി അങ്ങോട്ട് പോയി ഇങ്ങനെ നേരെ മുകളിലോട്ട് പോയി വരയ്ക്ക് അടി കൂടെ വരണം. ഷീന്, സീന്, ഷീന്, സീന്, ഷീന്. സ്വാദ് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങനെ വന്ന് തുടങ്ങിയതിൻ്റെ മുകളിൽ പോയി ഇങ്ങനെ എഴുതുക. സ്വാദ് കണ്ടോ? സ്വാദ് ഇങ്ങനെ അങ്ങോട്ട് പോയി താഴത്തെ വരയുടെ അവിടുന്ന് താഴത്തെ വരയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോയി നേരെ താഴത്തെ വരയിലോട്ട് ഇറക്കി, താഴത്തെ വരയിൽ നിന്ന് ചരിച്ച് തുടങ്ങി താഴത്തെ വരയിലോട്ട് ഇറക്കി ഈ താഴത്തെ വരയിൽ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്ന് വരയ്ക്കടി കൂടെ എഴുതുക. ഇങ്ങനെ എഴുതുക. ഇത് സ്വാദ്. സ്വാദും ലാദും ഒരുപോലെയാണ് എഴുതുന്നത്, പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ? ഇത് ലാദ്, ലാദ്, ലാദ്. അടുത്തത് ത്വാ. ത്വാ എന്ന അലിഫ് എഴുതി ഇങ്ങനെ എഴുതുക. ത്വാ എഴുതേണ്ടത് അലിഫ് എഴുതി ഇങ്ങനെ എഴുതുക. കണ്ടോ? ഒരു മലയാളത്തിൽ ഏകദേശം ഒരു റാ പോലെ ഇങ്ങനെ വളച്ചെഴുതുക. അലിഫ് എഴുതി ഇങ്ങനെ എഴുതുക. ഇത് ത്വാ. ഇങ്ങനെ അലിഫ് എഴുതി ഇങ്ങനെ എഴുതിയിട്ട് ഒരു പുള്ളി കൊടുത്താൽ ലാ. ത്വാ ലാ, ത്വാ ലാ, ത്വാ ലാ. ഇത് അയിനാണ്. താഴത്തെ വരയിലോട്ടങ്ങ് ഇറക്കുക. താഴത്തെ വരയിലോട്ട് ഇറക്കിയിട്ട് വരയ്ക്ക് അടിയിൽ കൂടെ ഒരു അരചന്ദ്രൻ എഴുതുക. അരചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, ആ ചന്ദ്രൻ എന്ന് പറയുന്നത്. അരചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തുദിക്കുന്ന ചന്ദ്രൻ, മൂൺ, ഹാഫ് മൂൺ. ഇങ്ങനെ എഴുതിയിട്ട് ഒരു ഹാഫ് മൂൺ വരയ്ക്കുക. കണ്ടോ? ഒരു ഹാഫ് മൂൺ, അരചന്ദ്രൻ വരയ്ക്കുക. ഐനും വൈനും ഒരുപോലെയാണ് എഴുതേണ്ടത്. ഐനും വൈനും ഒരുപോലെയാണ് എഴുതുന്നത്. കണ്ടോ? പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ? ഇങ്ങനെ താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഒരു പുള്ളി കൊടുക്കുക. അന്നേരം ഐനെന്ന് പറയാം. ഐൻ, ഐൻ്റെ മുകളിൽ ഒരു പുള്ളി കൊടുക്കുമ്പോൾ ഐൻ. ഫാ, ഫാ, ഫാ എഴുതേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഈ താഴത്തെ വരയെ കൂടെ നീട്ടി എഴുതണം. ഈ താഴത്തെ വരയെ കൂടെ നീട്ടി എഴുതണം. കണ്ടോ? ഫാവും ഖാഫും ഒരുപോലെയാണെന്ന് ധരിച്ച് വെച്ച് കേൾക്കുന്നുണ്ട്, തെറ്റാണ്. ഫാ ബാ പോലെ നീട്ടി എഴുതുന്നതും ഖാഫ് താഴത്തെ വരയ്ക്ക് താഴെ പോകുന്നതുമാണ്. ഖാഫ് താഴത്തെ വരയ്ക്ക് താഴെ പോകുന്നതുമാണ്. ഖാഫ്, ഖാഫ് കണ്ടോ? ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം, താഴത്തെ വരയ്ക്ക് താഴെ പോകണം. ഖാഫ്. ഇത് കാഫ്. ഒരു ലാം എഴുതി ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് ഇങ്ങനെ, സെക്കൻഡ്. ഫസ്റ്റ് ഇങ്ങനെ എഴുതണം, സെക്കൻഡ്. ഫസ്റ്റ് റൈറ്റ് ഇങ്ങനെ, സെക്കൻഡ് റൈറ്റ് ഇങ്ങനെ, ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഇത് കാഫ്. കാഫ് എഴുതേണ്ടത് ആദ്യം ഇങ്ങനെ എഴുതുക, പിന്നെ ഇങ്ങനെ എഴുതുക. ആദ്യം ഫസ്റ്റ്, ഫസ്റ്റ്, സെക്കൻഡ്. ഇത് ലാം. ലാമിനെ ഈ വരയെ മുട്ടിച്ച് ഞാൻ എഴുതിയിട്ടില്ല, അത് മനഃപൂർവ്വം എഴുതാതിരുന്നതല്ല. കാരണം ഇത് പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും ആണ് ലാം 2 വരയിലും മുട്ടി നിൽക്കുന്നത്. ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ലാം എന്നുള്ള അക്ഷരം ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകണം. ലാം ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. മീമ്, മീമ് കണ്ടോ? ഞാൻ ഒറ്റ അക്ഷരമായിട്ട് എഴുതിയേക്കുന്നുണ്ടോ? താഴത്തെ വരയ്ക്ക് താഴെ പോയി ഇങ്ങനെ എഴുതി.
ഇങ്ങനെ ഒരു കുട്ടി എഴുതിക്കൊണ്ട് വന്നാൽ തെറ്റാണ്. ഇങ്ങനെ താഴത്തെ വരയെ മുട്ടിച്ചെഴുതുന്നെങ്കിൽ തെറ്റ്. ലാമ് തെറ്റ്. ഇത് തെറ്റാണ്. നൂൻ എഴുതേണ്ടത് കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ചരിച്ചിറക്കണം. കണ്ടോ? കൈ മലർത്തി പിടിച്ച് വലത്തോട്ട് ഇറക്കി ഇങ്ങനെ വരണം. കൈ മലർത്തി പിടിക്കണം. വലത്തോട്ട് ചരിച്ച് കണ്ടോ? ഇങ്ങനെ കൈ ഇങ്ങനെ ചരിഞ്ഞ് വരണം. അവസാനം കണ്ടോ? ഇങ്ങനെ വരിക. വലത്തോട്ട് എഴുതിയിട്ട് താഴത്തെ വരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വരിക. താഴത്തെ വരയ്ക്ക് താഴെ പോകണം. ഇങ്ങനെ വരണം. നൂനിൻ്റെ ഘടന ഇങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണം. ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകണം. നൂന്. വാവ്. ഇത് വാവാണ്. വാവ് എഴുതാണ്ട് ഇങ്ങനെ വന്ന് കൈ ഇങ്ങനെ മലർത്തി പിടിച്ച് വലത്തോട്ട് പോലെ വലത്തോട്ട് ചരിച്ചിറക്കി ഇങ്ങനെ കൈ ഇങ്ങനെ തിരിഞ്ഞ് വരിക. വലത്തോട്ട് ചരിച്ചിറക്കി ഇങ്ങനെ കൈ ഇങ്ങനെ വരിക, തിരിഞ്ഞ് വരിക. ഒരുപാട് മുകളിലോട്ട് പോകരുത്. ഇതിന് 3 ഘട്ടമാണ്. ഇത് വലത്തോട്ടൊരു ചരിവ്, ചരിഞ്ഞ് വേറൊരു ഘട്ടം, രണ്ടാമത്തത്, മൂന്നാമത്തത് അല്പം മുകളിലോട്ട് നോക്കി നിൽക്കുന്ന വേറൊരു ഘട്ടം. അപ്പം വാവ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇങ്ങനെ വന്ന് വലത്തോട്ട് ചരിഞ്ഞ് റാ പോലെ എഴുതുക. കണ്ടോ? റാ പോലെ എഴുതുക. ഇത് ഹാ ഇത് യാ. താഴത്തെ വരയ്ക്ക് താഴെ പോകണം. യാ. താഴത്തെ വരയ്ക്ക് താഴെ പോകുന്ന അക്ഷരമാണ് യാ. ഇങ്ങനെ ഒരു കുട്ടി എഴുതിക്കൊണ്ട് വന്നാൽ തെറ്റാണ്. നമ്മളങ്ങനെ ശീലിപ്പിക്കരുത്. താഴത്തെ വരയെ കൂടെ വെട്ടിക്കൊടുക്കണം. അത് തെറ്റാണ്. ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകും. ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും യാ താഴത്തെ വരയ്ക്ക് താഴെ പോകും. ഇനി അതെ, ഇവിടെ ഞാൻ നിങ്ങളെ 8 അക്ഷരങ്ങളായി പരിചയപ്പെടുത്തുന്നത്. 8 അക്ഷരങ്ങൾ: സീന്, ഷീന്, സ്വാദ്, ളാദ്, ഖാഫ്, ലാമ്, യാ, നൂന്, യാ. 1 2 3 4 5 6 7 8. ഈ 8 അക്ഷരങ്ങൾ നാം എഴുത്തിൽ ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം ക്ലിയറായി. കാരണം ഈ 8 അക്ഷരത്തിലാണ് നമ്മൾ ഈ തെറ്റിച്ചെഴുതുന്നത്. ഈ 8 അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇത്രയും അക്ഷരങ്ങൾ സീന്, ഷീന്, സ്വാദ്, ളാദ്, ഖാഫ്, ലാമ്, നൂന്, യാ എന്നീ അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങളെല്ലാം ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകും. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 8 അക്ഷരം ഒറ്റ അക്ഷരമായിട്ട് നമ്മൾ എഴുതുമ്പോഴും അതല്ല പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ കൂടെ വളച്ചുരുട്ടി എഴുതാം. എന്നാൽ ഈ ഇതേ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സീന്, ഷീന്, സ്വാദ്, ളാദ്, ഖാഫ്, ലാമ്, നൂന്, യാ ഈ അക്ഷരങ്ങളൊക്കെ പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യഭാഗത്തും വന്നാൽ താഴത്തെ വരയെ കൂടെ തന്നെ എഴുതും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഈ 8 അക്ഷരങ്ങൾ പദത്തിൻ്റെ തുടക്കത്തിൽ വരുവാണെങ്കിലും പദത്തിൻ്റെ മധ്യഭാഗത്ത് വരുവാണെങ്കിലും താഴത്തെ വരയെ കൂടെ തന്നെ എഴുതും. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 8 അക്ഷരങ്ങൾ സീന്, ഷീന്, സ്വാദ്, ളാദ്, ഖാഫ്, ലാമ്, നൂന്, യാ എന്നീ അക്ഷരങ്ങൾ ഒറ്റ അക്ഷരമായിട്ട് നമ്മൾ എഴുതുമ്പോഴും അതല്ല ഒരു ഭാഗത്തിൽ തന്നെ ഒറ്റ അക്ഷരമായിട്ട് വന്ന് മറ്റൊരു അക്ഷരമായിട്ട് ചേരുന്നില്ല എന്നാൽ അങ്ങനെ വരുമ്പോഴും അല്ലെങ്കിൽ ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകും. ഈ 8 അക്ഷരവും
ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകും. എന്നാൽ ഈ 8 അക്ഷരങ്ങൾ പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 8 അക്ഷരങ്ങൾ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ വരുവാണെങ്കിലോ പദത്തിൻ്റെ ഇടയ്ക്ക് മധ്യത്ത് വരികയാണെങ്കിലോ ചെയ്താൽ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. ഈ വ്യത്യാസമേ ഉള്ളൂ. ഈ അക്ഷരങ്ങൾ സീന്, ഷീന്, സ്വാദ്, ലാദ്, ഖാഫ്, ലാമ്, നൂന്, യാ എന്നീ അക്ഷരങ്ങൾ ഒറ്റ അക്ഷരമായിട്ട് വരുമ്പോഴും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചു ഉരുട്ടി എഴുതണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 8 അക്ഷരങ്ങൾ സീന്, ഷീന്, സ്വാദ്, ലാദ്, ഖാഫ്, ലാമ്, നൂന്, യാ സീന്, ഷീന്, സ്വാദ്, ലാദ്, ഖാഫ്, ലാമ്, നൂന്, യാ എന്നീ 8 അക്ഷരങ്ങൾ ഒറ്റ അക്ഷരമായിട്ട് വരുമ്പോഴും ഒരു പദത്തിൽ ഒറ്റ അക്ഷരമായിട്ട് വരുമ്പോഴും പദത്തിൻ്റെ ഈ അക്ഷരങ്ങളൊക്കെ പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതണം. താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതണം. എന്നാൽ ഈ അക്ഷരങ്ങൾ പദത്തിൻ്റെ തുടക്കത്തിലോ പദത്തിൻ്റെ മധ്യത്തിലോ വന്നാൽ ഈ 8 അക്ഷരങ്ങൾ പദത്തിൻ്റെ തുടക്കത്തിലോ പദത്തിൻ്റെ മധ്യത്തിലോ വന്നാൽ താഴത്തെ വരയിൽ കൂടി തന്നെ എഴുതും. ഒന്നുകൂടെ പറയാം. ഈ 8 അക്ഷരങ്ങൾ പദത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പദത്തിൻ്റെ മധ്യത്തിലാണ് ഈ 8 അക്ഷരങ്ങൾ എഴുതുന്നതെങ്കിലും താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. ഇതേ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളെല്ലാം ഒറ്റ അക്ഷരമായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിലും പദത്തിൻ്റെ അവസാനം എഴുതുകയാണെങ്കിലും താഴത്തെ വരയ്ക്ക് താഴെ പോവും. ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോൾ താഴത്തെ വരയ്ക്ക് താഴെ പോവും. പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. അതിനുള്ള ഉദാഹരണം ഇനി കാണിക്കാൻ പോവാം. കണ്ടോ? ഇത് ഫ ന സുൻ. ഫ ന സുൻ. ഞാൻ പറഞ്ഞ് ആ 8 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമാണ് നൂന്. ഇത് ഫ. ഇത് നൂന് ന. നൂന് വന്ന് നേരത്തെ നമ്മൾ പഠിച്ചത് താഴത്തെ വരയ്ക്ക് താഴെ പോകണമെന്നാണ് പറഞ്ഞത്. ഇത് കൂട്ടക്ഷരത്തിൽ വന്നപ്പം പദത്തിൻ്റെ മധ്യഭാഗത്ത് വന്നപ്പോൾ ഈ നൂന് പദത്തിൻ്റെ മധ്യത്ത് വന്നപ്പോൾ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതി. ഈ നൂന് പദത്തിൻ്റെ മധ്യഭാഗത്ത് വന്നപ്പോൾ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതി. അവസാനം സീന് വന്ന് സീന് താഴത്തെ വരയ്ക്ക് താഴെ പോയി. ഉണ്ടോ? ഫ നൂന് ന സുൻ. ഫ ന സുൻ. ഫനസുൻ. ഇത് ഫനസുൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ അവസാനത്തെ വന്നപ്പോൾ നൂൻ ഈ സീനിന് താഴത്തെ വരയുടെ അടിയിൽ കൂടി ഇങ്ങനെ വളച്ചുരുട്ടി എഴുതി. ഇങ്ങനെ നിൽക്കണം. ഈ 8 അക്ഷരങ്ങളും ഈ 8 അക്ഷരവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം. ഇത് ഇങ്ങോട്ടും നോക്കിയിരിക്കണം, ഇപ്പുറം ഇങ്ങോട്ടും നോക്കിയിരിക്കണം. ഇങ്ങനെ ഇരിക്കണം. വരയ്ക്ക് അടിയിൽ കൂടെ വളച്ചുരുട്ടി എഴുതണം. ഈ 8 അക്ഷരങ്ങളും ഈ 8 അക്ഷരങ്ങളും ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതണം. ഈ 8 അക്ഷരങ്ങൾ ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ച് ഉരുട്ടി എഴുതണം. അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കണം. വരയ്ക്ക് അടിയിൽ കൂടെ പോകണം. വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ പോകണം. സീന് താഴത്തെ വരയ്ക്ക് താഴെ പോവും. ഇങ്ങനെ നിൽക്കും. ഷീന് താഴത്തെ വരയ്ക്ക് താഴെ പോവും. സ്വാദ് പോവും. ലാദ് പോവും. ഖാഫ്, ലാമ്, നൂന്, യാ ഇതെല്ലാം താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതണം. ഇത്രയേ ഉള്ളൂ. എഴുത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് അധ്യാപകർക്കൂടെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അടുത്തത് ഇപ്പം ഇത് ഷീനാണ്. അപ്പം ഷീൻ തുടക്കത്തിൽ പദത്തിൻ്റെ തുടക്കത്തിൽ വന്നപ്പം ഫസ്റ്റായിട്ട് വേഡിൻ്റെ ഫസ്റ്റ് വന്നപ്പം താഴത്തെ വരി കൊടുത്ത താഴ്ന്ന വന്ന്
മീമ് ഷം സുൻ അവസാനം വന്ന സീന് താഴത്തെ വരയ്ക്ക് താഴെ പോയി. ഷംസുൻ അവസാനം വന്ന സീന് പദത്തിൻ്റെ അവസാനം വന്ന സീന് താഴത്തെ വരയ്ക്ക് താഴെ പോയി. ഇത് ഷീന് ഷ ഹ് ഹ ആയത്. ഇത് ഹ ഹ് ഹ ഷ ഹ് ഷ ഹ് ഷ ഹ്. സ്വാദ് സുൻ സ്വാദ് അവസാനം വന്ന സ്വാദ് താഴത്തെ വരയ്ക്ക് താഴെ പോയി. ഷഹ്സുൻ ഇപ്പോൾ സ്വാദും ലാദും ഒക്കെ താഴത്തെ വരയ്ക്ക് താഴെ പോകുമെന്നാണ് പറഞ്ഞ ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോവും. ഷഹ്സുൻ. അടുത്തത് ഖാഫ്. കണ്ടോ, ഖാഫ് പദത്തിൻ്റെ തുടക്കത്തിൽ വന്നപ്പം താഴത്തെ വരയിൽ കൂടെ എഴുതി. ശ്രദ്ധിക്കണം, ഒന്നുകൂടെ പറയാം. 8 അക്ഷരങ്ങൾ താഴത്തെ വരയ്ക്ക് താഴെ പോകുമെന്ന് പറഞ്ഞ്, പക്ഷേ പദത്തിൻ്റെ തുടക്കത്തിൽ ഖാഫ് വന്നപ്പോൾ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതി. ഒന്നുകൂടെ പറയാം. ഖാഫ് താഴത്തെ വരയ്ക്ക് താഴെ പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോകുന്നത്. ഇത് പദത്തിൻ്റെ തുടക്കത്തിൽ ഈ ഖാഫ് വന്നപ്പോൾ, ഖാഫിന് പുറത്തേക്ക് ഖ്വാ, പദത്തിൻ്റെ തുടക്കത്തിൽ വന്നപ്പോൾ ഈ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതി. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യിക്കണം. കണ്ടോ, ഖ്വാ ബ ബ് ഖ്വാ ബ് ഖ്വാ ബ് ഖ്വാ ബ് ഖ്വാ ബ്. സ്വാദ് ലാദ് നാക്ക് സൈഡിലേക്ക് ചേർക്കണം. ലുൻ അവസാനം വന്ന ലാദ് താഴത്തെ വരയ്ക്ക് താഴെ പോയി. മനസ്സിലായല്ലോ. ഈ സ്വാദും ലാദും എല്ലാം ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും ഈ 8 അക്ഷരങ്ങളും താഴത്തെ വരയ്ക്ക് താഴെ പോവും. പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും ഈ അക്ഷരങ്ങളെല്ലാം വന്നാൽ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. ഖാഫ് താഴത്തെ തുടക്കത്തിലായതുകൊണ്ട് താഴത്തെ വരയിൽ കൂടെ എഴുതി. ഉണ്ടോ, സീന് പദത്തിൻ്റെ അവസാനം വന്നപ്പം താഴത്തെ വരയ്ക്ക് താഴെ പോയി. സീന് പദത്തിൻ്റെ അവസാനം വന്നപ്പം ഷംസുൻ പദത്തിൻ്റെ അവസാനം വന്നപ്പം താഴത്തെ വരയുടെ അടിയിൽ കൂടെ എഴുതി. ഷഹ്സുൻ സീന് ഹ സ്വാദ്. ഷഹ്സുൻ അവസാനം വന്ന സ്വാദ് താഴത്തെ വരയ്ക്ക് താഴെ പോയി. പദത്തിൻ്റെ അവസാനം വന്ന സ്വാദിനെ താഴത്തെ വരയുടെ അടിയിൽ കൂടെ നമ്മൾ എഴുതി. ഇത് ഖബലുൻ. ഇത് ഖാഫ് പദത്തിൻ്റെ തുടക്കത്തിൽ വന്ന ഖാഫിനെ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതി. അന്നേരം ഖാഫ് പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും വന്നാൽ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. ഇതേ ഖാഫ് തന്നെ ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ച് ഉരുട്ടി എഴുതണം. ഖാഫ് ഒറ്റ അക്ഷരമായിട്ട് വരുമ്പോഴും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും അല്ലെങ്കിൽ എഴുതുമ്പോഴും താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചു ഉരുട്ടി എഴുതണം. എല്ലാം ഇങ്ങനെ നിൽക്കണം വരയ്ക്കടിയിൽ കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണം. ഇതേ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങൾ പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും വരുമ്പോൾ താഴത്തെ വരയിൽ കൂടെ തന്നെ എഴുതും. ഇപ്പം രണ്ട് ഘട്ടമാണുള്ളത്. ഒന്ന് പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും വരുമ്പോൾ ഇതെല്ലാം താഴത്തെ വരയിൽ കൂടെ എഴുതും. ഇതേ അക്ഷരങ്ങൾ ഈ 8 അക്ഷരങ്ങൾ ഒറ്റ അക്ഷരമായിട്ടും പദത്തിൻ്റെ അവസാനം വരുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോവും. ഇനി ഇപ്പം ഇത് ഖാഫ് അവസാനം വന്നതിൻ്റെ ഉദാഹരണമാണ്. ഇത് ഖാഫ് തുടക്കത്തിലാണ്, ഇത് പദത്തിൻ്റെ തുടക്കം, ഇത് പദത്തിൻ്റെ അവസാനം. റാ ഫ ഫി ഫിൻ്റെ കസറായി കിടക്കുന്ന ഫി. റഫീ യാ റാ ഇത് കൂട്ടക്ഷരമാണ്, ഇത് യാ. ഫ ഇത് യാ. ഫ യാ. ഫി ഫി ഫീ റഫീ. ഇത് ഖാഫ് ഇത് ഖാഫ് 2 പുള്ളി. കുൻ പദത്തിൻ്റെ അവസാനം വന്ന ഈ ഖാഫ് താഴത്തെ വരയ്ക്ക് താഴെ പോയി ഉണ്ടോ വളച്ചുരുട്ടി എഴുതണം.
പദത്തിൻ്റെ അവസാനം ഈ റഫീഖെന്ന് എഴുതിയപ്പം റഫീഖെന്ന് എഴുതിയതിൻ്റെ അവസാനം എഴുതിയ ഖാഫ് താഴത്തെ വരയ്ക്ക് താഴെ കൂടെ വളച്ചുരുട്ടി എഴുതി. അടുത്തത് മുബീനുൻ എഴുതിയേക്കുന്ന മീമ് മു മീമ് മു മീമ് മു ബ ബി ബ ബി ബ ബി 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 യാ നീട്ടി കൊടുത്ത് നീട്ടിയിരിക്കുക. ദീർഘാക്ഷരമായ യാവ് കൊടുത്ത് നീട്ടിയിരിക്കുകയാണ്. മു ബീ മുബീ മുബീനുൻ. അവസാനം വന്ന നൂന് താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതി. അവസാനം വന്ന നൂന് താഴത്തെ വരയുടെ അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതി. നൂന് തുടക്കത്തിൻ്റെ പദത്തിൻ്റെ തുടക്കത്തിലും പദത്തിൻ്റെ മധ്യത്തിലും വരുമ്പോൾ താഴത്തെ വരയിൽ കൂടി തന്നെ എഴുതും. നൂന് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോഴും പദത്തിൻ്റെ അവസാനം എഴുതുമ്പോഴും താഴത്തെ വരയ്ക്ക് താഴെ പോവും. വളച്ചുരുട്ടി എഴുതണം. നൂന് അതിനൊരു ഉദാഹരണമാണ് മുബീനുൻ. അടുത്തത് നബിയുൻ. നൂന് ന നൂന് ന ബ ബി ന ബി ന ബി യാ യാ താഴെ 2 പുള്ളികളുടെ അക്ഷരമാണ് യാ. ഷദ്ദുണ്ട്. ഷദ്ദില്ലെങ്കിൽ യുന്ന് വായിച്ച്, ഷദ്ദ് കൊടുത്തപ്പോൾ യുന്ന് വായിച്ച്. നബിയുൻ 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 നബിയുൻ. ഈ യാ പദത്തിൻ്റെ അവസാനം വന്നപ്പം വരയ്ക്ക് അടിയിൽ കൂടി വളച്ചുരുട്ടി എഴുതി. ഈ യാഇനെ പറ്റി പറയുന്നത് പദത്തിൻ്റെ അവസാനം വന്ന ഈ യാഇനെ വരയ്ക്ക് അടിയിൽ കൂടെ വളച്ച് ഉരുട്ടി എഴുതി. നിങ്ങൾ ഓരോ അക്ഷരങ്ങളും 200 പ്രാവശ്യം 100 പ്രാവശ്യം അല്ലെങ്കിൽ 200 പ്രാവശ്യം ഓരോന്നും ആവർത്തിക്കുക. എല്ലാം കൂടി ഇട്ട് എഴുതി പഠിക്കരുത്. ഒരു കാര്യം പഠിക്കുമ്പോൾ അത് മാത്രമായിരിക്കണം. ബാഹു പഠിക്കുമ്പോൾ ബാഹു മാത്രമേ ആകാവുള്ളൂ. ഇതെല്ലാം എൻ്റെ വീഡിയോ 2-3 ചിലപ്പോൾ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് വീണ്ടും കാണുക, മൂന്നാമത് പിന്നെയും കാണുക വേണ്ടി വന്നാൽ അങ്ങനെ